ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്ക്വയറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് +2 മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫംഗ്ഷനിലെ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്ന സെക്ഷൻ ആണല്ലേ. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞു നമ്മൾ, അതേപോലെ തന്നെ ബൈനറി ഓപ്പറേഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ നോക്കി. ഇതിലും നമ്മൾ ബൈനറി ഓപ്പറേഷൻ തന്നെയാണ് നോക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതോടെ ഈ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ എല്ലാ കൺസെപ്റ്റും നോക്കിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ബൈനറി ഓപ്പറേഷനെ കുറിച്ചിട്ട് കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞുകൊണ്ടിരുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആൻഡ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് ബൈനറി ഓപ്പറേഷൻ ആണ്. ഓക്കെ, ഇനി ഒരു 2 പ്രോപ്പർട്ടി കൂടിയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പ്രോപ്പർട്ടിയുടെ പേരാണ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, ഐഡൻറ്റിറ്റി എലമെൻറ്റ്. രണ്ടാമത്തെ കാര്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻവേഴ്സ് ഓഫ് ആൻ എലമെൻറ്റ്. ഓക്കെ, അപ്പോൾ ആദ്യം ഐഡൻറ്റിറ്റി എന്താണെന്ന് പഠിക്കും, അതേപോലെ തന്നെ ഇൻവേഴ്സ് എന്താണെന്ന് പഠിക്കും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ആദ്യം ഐഡൻറ്റിറ്റി നോക്കാം അല്ലേ. അപ്പോൾ ഐഡൻറ്റിറ്റി എന്നുള്ള വാക്ക് നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടല്ലേ, ഈ ചാപ്റ്ററിൽ തന്നെ കേട്ടിട്ടുണ്ട്. അതായത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നോക്കിയതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ അതിന് ചെറിയ സാമ്യമുള്ള ഇത് തന്നെയാണ് ഈ ബൈനറി ഓപ്പറേഷനിലുള്ള ഐഡൻറ്റിറ്റിയും. എന്താണെന്ന് നോക്കാം അല്ലേ. നമ്മൾ അഡിഷൻ പഠിച്ചല്ലോ. അഡിഷൻ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിൻ്റെ ബൈനറി ഓപ്പറേഷൻ ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ സ്റ്റാർ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് എങ്ങോട്ടാണ്? R ക്രോസ് R to R. പിന്നെന്താ? A*B = A+B. ഓക്കെ, ഇനി നമ്മൾ 1,0 റിപ്പയർ 1,0 എടുത്തു. അതിൽ R ക്രോസ് Rലുള്ള എലമെൻറ്റ്. അപ്പോൾ 1*0 എന്താ വരിക? 1*0 അതായത് 1 + 0 1 തന്നെയാണ്. ഇനി 2*0 കൊടുത്താലോ? 2 + 0 2 തന്നെയാണ്. 3* കൊടുത്താലോ? അത് തന്നെയാണ്. അപ്പോൾ 1000*0 കൊടുത്താലോ? 1000 തന്നെയാണ് കേട്ടോ അല്ലേ. നേരെ തിരിച്ചെടുത്താലോ? 0*1 കൊടുത്താലോ? 0 + 1 again 1 കിട്ടും. ഇനി 0*2 കൊടുത്താൽ 0 + 2 again 2 കിട്ടും. അങ്ങനെ 0*1000 കൊടുത്താലും 1000 അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കാം. ഏത് നമ്പർ കൊടുത്താലും 0*1000 എന്ന് പറയുന്നത് 1000 തന്നെയാണ്. 0 + 1000 1000. മനസ്സിലായല്ലോ. അപ്പോൾ ഈ 0ന് എന്താ ഇപ്പോൾ പ്രത്യേകത? അപ്പോൾ അതുമായിട്ട് ഏത് സ്റ്റാർ ചെയ്താലും, എന്ത് ബൈനറി ഓപ്പറേഷൻ 0 ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് എന്നുള്ള ബൈനറി ഓപ്പറേഷൻ 0 എന്നായി ഏത് എലമെൻറ്റ് ചെയ്താലും അതേ എലമെൻറ്റ് കിട്ടണം അല്ലേ. A*0 ചെയ്താലും 0*A ചെയ്താലും A തന്നെയാണ് കിട്ടുന്നത്. എല്ലാ എലമെൻറ്റും Rലുള്ള ഏത് എലമെൻറ്റ് എടുത്താലും ഇങ്ങനെ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എലമെൻറ്റ്സ് ഉണ്ടല്ലോ, ഇതിനെയാണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറയും. ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓഫ് ദ ബൈനറി ഓപ്പറേഷൻ പ്ലസ് ഓൺ R. അതും കൂടി പറയണേ, ഓൺ R എന്നുള്ളത് നിങ്ങൾ വിട്ട് കളയരുത്. ഓൺ R ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയാണ് സ്റ്റാർ ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള എലമെൻറ്റ്സ് ആയിരിക്കണം. അതുമായി സ്റ്റാർ ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ കിട്ടണം. ഇപ്പോൾ 1*0 ചെയ്താൽ 1 കിട്ടിയാൽ, അതേപോലെ 0*1 ചെയ്താലും 1 കിട്ടണം. അങ്ങനെയുള്ള എലമെൻസിനെയാണ് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്താൽ അത് തന്നെ കിട്ടുക, ആ എലമെൻറ്റ് തന്നെ കിട്ടണം. ഓക്കെ, അങ്ങനെയുള്ള എലമെൻസിനെയാണ് നമ്മൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറയും. മനസ്സിലായോ? നമുക്ക് നോക്കാം, ഡെഫിനേഷൻ നോക്കാം. ഡെഫിനേഷൻ എന്ന് പറയുന്നത്, ഈ ഒരു എലമെൻറ്റ് ഉണ്ട് എങ്കിൽ, എങ്ങനെയുള്ള ഈ A*E = E*A for every A belongs to A. A എന്ന് പറയുന്നത്, സ്റ്റാർ എന്ന് പറയുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാണ്? A ക്രോസ് Aയിൽ നിന്ന് Aയിലോട്ട്. മനസ്സിലായോ ഡെഫിനിഷൻ? അതായത് സ്റ്റാർ എന്ന് പറയുന്ന ഒരു ബൈനറി ഓപ്പറേഷൻ ഉണ്ട്, E എന്ന് പറയുന്ന ഒരു എലമെന്റ് അവിടെ ഉണ്ട്. എങ്ങനെയുള്ള E ആയിരിക്കണം? ഈന്റെ സ്പെഷ്യാലിറ്റി എന്താ? A*E = A തന്നെയായിരിക്കണം. E*A ചെയ്താലും A തന്നെയായിരിക്കണം. ഫോർ എവറി A belongs to A. അങ്ങനെ ഒരു E ആ ബൈനറി ഓപ്പറേഷൻ ആ സെറ്റിൻ്റെ അകത്ത് ഉണ്ട് എങ്കിൽ ഈ ഈനെ വിളിക്കുന്ന പേരാണ് ഐഡൻറ്റിറ്റി. അപ്പോൾ പ്ലസ്സിലുള്ള അഡിഷനിലുള്ള ഐഡൻറ്റിറ്റി ഏതാ? 0. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ നോക്കാം അല്ലേ. മൾട്ടിപ്ലിക്കേഷനിൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഏതാണ്? ഏതുകൊണ്ട് ഗുണിക്കുമ്പോഴാണ് അതേ നമ്പർ കിട്ടുന്നത്? ഇപ്പോൾ ഞാനൊരു 10 എടുത്തു. 10നെ ഏതുകൊണ്ട് ഗുണിക്കുമ്പോഴാണ് അതേ നമ്പറായിട്ടുള്ള 10 കിട്ടുന്നത്? തീർച്ചയായും 1 അല്ലേ.
ഇനി 1ന് 10 തിരിച്ചു നോക്കണം. A സ്റ്റാർ E എന്ന് നോക്കണം, E സ്റ്റാർ A എന്ന് നോക്കണം. ഓക്കെ, അത് തന്നെയാണ് കിട്ടുന്നത് അല്ലേ? ഇനി 10ന് മാത്രം ശരിയായാൽ മതിയോ? ഏത് നമ്പർ എടുത്താലും ഇത് ശരിയാണ് അല്ലേ? ഈ 1 എന്നുള്ളത് ഐഡന്റിറ്റി ആവണമെങ്കിൽ ഏത് നമ്പർ എടുത്താലും, ഈ റിയൽ നമ്പറിലുള്ള ഏത് നമ്പർ എടുത്താലും ശരിയാണ്. 10 അല്ല, 1 lakh അല്ല, ഈ ക്രോർ എടുത്താലും ഇത് തന്നെയല്ലേ കിട്ടുക? അതിന് 1 കൊണ്ട് ഗുണിക്കുമ്പോഴും 1ന് അതുകൊണ്ട് ഗുണിക്കുമ്പോഴും അതേ നമ്പർ തന്നെയല്ലേ കിട്ടുക? സോ 1 ഈസ് ദ ഐഡന്റിറ്റി എലമെന്റ് ഇൻ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മളിങ്ങനെ കോളം വരച്ചിട്ട് ചെയ്താണ് കേട്ടോ. അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ആണ് പഠിച്ചത്. ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത് അഡീഷന്റെ 0, മൾട്ടിപ്ലിക്കേഷന്റെ 1. ഇനി നമുക്ക് സബ്ട്രാക്ഷൻ നോക്കാം. സബ്ട്രാക്ഷനും നമുക്ക് ഡിവിഷനൊക്കെ നോക്കാനുണ്ട്. സബ്ട്രാക്ഷനിൽ ഏത് എലമെന്റ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് അതേ എലമെന്റ് കിട്ടുന്നത്? ഇപ്പോൾ 1. അപ്പോൾ ഞാൻ 1 എടുക്കുകയാണ് എക്സാമ്പിളിന്. 1 - 0 ചെയ്താൽ 1 തന്നെ കിട്ടുന്നുണ്ട്. 2 - 0 ചെയ്താൽ 2 തന്നെ കിട്ടുന്നുണ്ട്. 3 - 0 ചെയ്താൽ 3 തന്നെ കിട്ടുന്നുണ്ട്. ഏത് -0 ചെയ്താലും 3 തന്നെയാണ്, അതേ നമ്പർ തന്നെയാണ് കിട്ടുന്നത്. സോ 0 എന്ന് പറയുന്നത് ഐഡന്റിറ്റി എലമെന്റ് ആവും സബ്ട്രാക്ഷന്റെ കേസിൽ. ഒന്ന് നന്നായി ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് A സ്റ്റാർ E മാത്രം A ആയാൽ പോരാ, E സ്റ്റാർ A കൂടി നോക്കണം. സോ 1 - 0 = 1 ആയാൽ പോരാ, 0 - 1 കൂടി സെയിം തന്നെയായിട്ട് കിട്ടണം, 1 തന്നെയായിട്ട് കിട്ടണം. കിട്ടൂ? ഇല്ല അല്ലേ? അപ്പോൾ 0നെ സബ്ട്രാക്ഷനിൽ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയാൻ പറ്റൂ? ഇല്ല. മനസ്സിലായോ? അപ്പോൾ ഏതായിരിക്കും ഈ സബ്ട്രാക്ഷനുള്ള ഐഡന്റിറ്റി എലമെന്റ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഒരു നമ്പർ ഏതാണെന്ന് കിട്ടുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു എലമെന്റ് ഇല്ല. അപ്പോൾ 0 ആണ് ഐഡന്റിറ്റി ആവാൻ പോസിബിലിറ്റി ഉണ്ടെന്നുണ്ട് നമ്മൾ ചെക്ക് ചെയ്ത് അല്ലേ? അതെന്തായാലും ഐഡന്റിറ്റി ആവില്ല എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു എലമെന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്താ? അതിന് ആ സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ബൈനറി ഓപ്പറേഷന് ഐഡന്റിറ്റി എലമെന്റ് ഇല്ല. മനസ്സിലായോ? ഓക്കെ, ഇനി ഡിവിഷൻ്റെ കാര്യം നോക്കാം. ഡിവിഷൻ്റെ ഐഡന്റിറ്റി എലമെന്റ് ഏതാണ്? ഇപ്പം ഞാൻ 1 എടുത്താലും 2 എടുത്താലും ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുമ്പോഴാണ് അതേ നമ്പർ കിട്ടുന്നത്? ഇപ്പോൾ 1/1 1 തന്നെ കിട്ടും അല്ലേ? ഇപ്പോൾ 2 ഡിവൈഡ് ബൈ 1 അല്ലെങ്കിൽ 2/1 എന്ന് പറയുന്നത് 2 തന്നെ കിട്ടും. 3 ഡിവൈഡ് ബൈ 1 എന്ന് പറയുന്നത് 3 തന്നെ കിട്ടും. അങ്ങനെ 4 ഡിവൈഡ് ബൈ 1 ചെയ്താൽ 4 തന്നെ കിട്ടും. അപ്പോൾ 1 ഐഡന്റിറ്റി എലമെന്റ് ആവുമോ? നേരെ തിരിച്ച് നോക്കണം. അത് തന്നെയാണ്, നേരെ തിരിച്ച് നോക്കണം. എങ്ങനെയാ? 1 ഡിവൈഡ് ബൈ 2, 1 ഡിവൈഡഡ് ബൈ 5, 1 ഡിവൈഡഡ് ബൈ 1000 അതൊക്കെ ചെയ്യുമ്പോൾ അതേ നമ്പർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. 1 ഡിവൈഡ് ബൈ 2 2 തന്നെയാണോ കിട്ടുന്നത്? നെവർ. 1 ഡിവൈഡ് ബൈ 5 5 തന്നെയാണോ കിട്ടുന്നത്? അല്ല. സോ എന്താ? ഈ 1 എന്ന് പറയുന്നത് ഡിവിഷനിലെ ഐഡന്റിറ്റി എലമെന്റ് അല്ല. അപ്പോൾ ഏതാണ് ഐഡന്റിറ്റി എലമെന്റ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് ആ നമ്പർ തന്നെ കിട്ടണം, ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഒരു എലമെന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? നേരത്തെ അതേ കേസ് തന്നെ, ഒരിക്കലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ ആൻസർ? നിങ്ങളുടെ ഐഡന്റിറ്റി എലമെന്റ് ഈ ഡിവിഷന്റെ കേസിൽ ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടോ? നോ. മനസ്സിലായോ ഐഡന്റിറ്റി എലമെന്റ് എന്താണെന്ന്? ഇനി ഞാനൊരു ബൈനറി ഓപ്പറേഷൻ എടുക്കുകയാണ് കേട്ടോ. A എന്ന് പറയുന്ന സെറ്റ് 1 2 3 ആണ്. സിമ്പിളായിട്ട് ഞാൻ എൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ബൈനറി ഓപ്പറേഷൻ എവിടെ നിന്ന് ഇങ്ങോട്ടാ? A ക്രോസ് Aയിൽ നിന്ന് Aയിലോട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് A സ്റ്റാർ B = മാക്സിമം ഓഫ് AB. ഓക്കെ, ഇനി നമ്മുടെ ഈ മാക്സിമം എന്നുള്ളതിന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയാണ് ഒരു സിമ്പിൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മീനിങ് മാക്സിമം എന്നാണ് കേട്ടോ. അപ്പോൾ മിനിമം എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? ഇങ്ങനെ ഒരു ക്യാപ്പ്, ഇത് V എന്ന് എഴുതി കഴിഞ്ഞാൽ മാക്സിമം ആണ്. ഞാൻ മാക്സിമം തന്നെയാണ് എഴുതുന്നത്, നിങ്ങൾക്ക് കൺഫ്യൂസ് ആവണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സിമ്പിൾ കാണാം മാക്സിമത്തിന് പകരമായിട്ട്. രണ്ടിന് അർത്ഥം ഒന്ന് തന്നെയാണ്, മാക്സിമം തന്നെയാണ്. ഓക്കെ, അപ്പോൾ A സ്റ്റാർ B എന്താണ്? മാക്സിമം ഓഫ് AB. നമ്മളൊരു കോളം വരച്ചിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഇവിടെ എന്താ? 1 2 3 1 2 3. എൻ്റെ ഓപ്പറേഷൻ മാക്സിമം ഇങ്ങനെ ഒന്ന് എഴുതി വെച്ചു. ഇനി ഓർഡേഡ് പെയർ 1 2 എടുക്കുന്നു. ഓക്കെ, 1 സ്റ്റാർ 2 കണ്ടുപിടിക്കുന്നു. എന്താ? 1 സ്റ്റാർ 2 മാക്സിമം ഓഫ് 1, 2 എത്രയാ? 2. സോ 1 സ്റ്റാർ 2 ഇത് ഇങ്ങനെയാണ് അർത്ഥം. ആദ്യം നമ്മൾ എടുക്കുന്നത് ഓർഡേഡ് പെയറിലെ ആദ്യത്തെ എലമെന്റ് കോളത്തിൽ നിന്നാണ് എടുക്കേണ്ടത്.
മാറിപ്പോകരുത്. ആദ്യത്തെ എലമെന്റ് കോളത്തിൽ നിന്നും രണ്ടാമത്തെ എലമെന്റ് റോയിൽ നിന്നും. മനസ്സിലായോ? അപ്പോൾ 1 സ്റ്റാർ 2 എന്ന് പറഞ്ഞാൽ ഇവിടത്തെ 1ഉം ഇവിടത്തെ 2ഉം കൂടി സ്റ്റാർ ചെയ്താൽ കിട്ടുന്നത് നമ്മൾ എവിടെ എഴുതും? ഇവിടെ എഴുതും, ഈ സെല്ലിൽ എഴുതും. ഓക്കെ, 1 സ്റ്റാർ 2 2 അങ്ങനെ ഓരോന്നും നമ്മൾ കണ്ടുപിടിച്ച് എഴുതാൻ പോവാണ്. ഇനി 1 സ്റ്റാർ 1ഓ ഇവിടത്തെ 1ഉം ഇവിടത്തെ 1ഉം സ്റ്റാർ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? മാക്സിമമോ 1,1 1 തന്നെ അല്ലേ? ഇനി അങ്ങനെ ഓരോന്നും ഇതാണ്. 1 സ്റ്റാർ 3 3 തന്നെ. 2 സ്റ്റാർ 1 2ഉം 1ഉം കൂടി മാക്സിമം എടുക്കുമ്പോൾ 2 2 സ്റ്റാർ 2 2 2 സ്റ്റാർ 3 3 3 സ്റ്റാർ 1 3 3 സ്റ്റാർ 2 3 3 സ്റ്റാർ 3 3. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഈ ബൈനറി ഓപ്പറേഷൻ്റെ ഐഡൻറ്റിറ്റി എലമെന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. മനസ്സിലായോ? അപ്പോൾ ഐഡൻറ്റിറ്റി എലമെന്റ് നമുക്ക് ചെറിയ സെറ്റ് അല്ലേ ഇത്, 1 2 3 എന്ന് പറയുന്ന സെറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കോളൊക്കെ വെച്ചിട്ട് എഴുതി. ഇതിന് പകരം ഇപ്പോൾ റിയൽ നമ്പറൊക്കെയാണ് ഏന് പകരം എഴുതുകയാണെങ്കിൽ നമുക്ക് ഈ കോളൊക്കെ വരച്ചിട്ട് എത്തോ ഇല്ല. അപ്പോൾ നമ്മൾ ചെറിയ സെറ്റ് ആയതുകൊണ്ട് നമ്മൾ ഈ കോളം വെച്ച് എഴുതിയതാണ്. ഐഡൻറ്റിറ്റി എലമെന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കാം? ഏതാണ് ഐഡൻറ്റിറ്റി എലമെന്റ്? ഇപ്പോൾ 1നെയും 2നെയും 3നെയും സ്റ്റാർ ചെയ്യുമ്പോൾ ആ എലമെന്റ് 1ഉം 2ഉം 3 തന്നെ കിട്ടണം. നേരെ തിരിച്ചും ഈ എലമെന്റ് കൊണ്ട് ഞാൻ സൈഡിൽ എഴുതാം. എലമെന്റ് കൊണ്ട് ഡാഷ് സ്റ്റാർ 1 തന്നെ കിട്ടണം, 2 ചെയ്താൽ 2 തന്നെ കിട്ടണം, 3 ചെയ്താൽ 3 തന്നെ കിട്ടണം. അപ്പൊ ഈ വിട്ട ഭാഗം പൂരിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐഡന്റിറ്റി എലമെന്റ് ആയി. ഇനി 1നോട് ഏത് സ്റ്റാർ ചെയ്യുമ്പോഴാണ് 1 കിട്ടുന്നത്? 1നോട് ഏത് സ്റ്റാർ ചെയ്യുമ്പോഴാണ് 1 കിട്ടിയത്? 1നോട് 1 സ്റ്റാർ ചെയ്തപ്പോഴല്ലേ 1 കിട്ടിയത്. മനസ്സിലായോ കാര്യം? അപ്പോൾ ഇവിടെ എന്താ 1. അപ്പോൾ 1നോട് 1 സ്റ്റാർ ചെയ്ത് കഴിയുമ്പോൾ 1 കിട്ടി. അപ്പോൾ നമ്മുടെ എയിം എന്താ? ഐഡന്റിറ്റി എലമെന്റ് ഈ ആവോ നോക്കണം. അപ്പോൾ ഇവിടെ 1 ചെയ്യുമ്പോൾ മാത്രമേ അതേത് കിട്ടുന്നുള്ളൂ അല്ലേ? 1നോട് 1 ചെയ്താൽ മാത്രമേ അത് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഐഡന്റിറ്റി എലമെന്റ് ആവണമെങ്കിൽ എന്താണ്? എല്ലാവിടെയും 1 വരണം. ഒരു എലമെന്റിന് മാത്രം ശരിയായാൽ മതിയോ? 1 ഐഡന്റിറ്റി ആവണമെങ്കിൽ എല്ലാവിടെയും 1 വരണം. ഓക്കെ, ഈ 1 ഐഡന്റിറ്റി ആവോ എന്ന് നോക്കിയാൽ മതി. ഇവിടെ 1 വന്നാൽ ശരിയാവോ? 2 സ്റ്റാർ 1 2. ഓക്കെ, 3ഓ? ഇവിടെ 1 വന്നാൽ ശരിയാവോ? 3 സ്റ്റാർ 1 3 ശരിയാവും. അങ്ങനെ ഓരോന്നും നോക്കുക. അപ്പോഴൊക്കെ ഈ 1 വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ ആൻസർ കിട്ടുന്നുണ്ട്. അപ്പോൾ 1ന് ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയാം അല്ലേ, ഈ ബൈനറി ഓപ്പറേഷന്റെ. മനസ്സിലായോ? അപ്പോൾ ഈ കോളത്തിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ ഒന്നും എഴുതാണ്ട് ഈ കോളത്തിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ? അതായത് റോ കോളം ഒന്ന് നന്നായി ശ്രദ്ധിച്ചു നോക്കാം. റോയിൽ ആദ്യം കോളം നോക്കാം. ആദ്യം കോളം നോക്കുമ്പോൾ എവിടെയാണ് 1 2 3 ഇവിടുത്തെ എലമെന്റ് എങ്ങനെ ഓർഡർ 1 2 3 എന്നല്ല എഴുതിയിരിക്കുന്നത്. ഏതേ സാധനം എപ്പോഴാണ് ഏത് കോളത്തിലാണ് റിപ്പീറ്റ് ആയി വരുന്നത്? അതായത് 1 2 3 എന്ന് പറയുന്നത് ഏത് കോളത്തിലാണ്? ഇത് ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം. അപ്പോൾ ഫസ്റ്റ് കോളത്തിലല്ലേ 1 2 3 അതേ ഇവിടെ വന്നത്? അതൊന്ന് റൗണ്ട് ചെയ്യാം. ഇനി ഏത് റോയിലാണ് 1 2 3 എന്ന് പറയുന്നത് അതേ ഓർഡറിൽ വരുന്നത്? ഇവിടെ 2 2 3 ആണ്, ഇവിടെ 3 3 3 ആണ്. ഇവിടെ എന്താ 1 2 3 എന്ന് പറയുന്നത് അതേ ഓർഡറിൽ വന്നു. സോ ഇതൊന്ന് റൗണ്ട് ചെയ്യാം. അപ്പം എന്ത് കിട്ടി? ഈ 2 റൗണ്ടും മീറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഈ സെല്ലിൽ അല്ലേ? ഈ 2 റൗണ്ടും ജോയിൻ ആവുന്നത് ഈ സെല്ലിലാണ്. അപ്പോൾ ഈ സെല്ലിൽ ഏതാണോ എലമെന്റ് അതാണ് ഐഡന്റിറ്റി എലമെന്റ്. മനസ്സിലായി? അതിന് വേണ്ടിയിട്ട് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോളം വരച്ചത്. അപ്പോൾ ഇതൊന്നും നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. നേരിട്ട് ഈ കോളത്തിൽ നിന്ന് തന്നെ നമുക്ക് ഐഡന്റിറ്റി എലമെന്റ് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ എല്ലാ കേസിലും ഈ കോളം വയ്ക്കാൻ പറ്റുമോ? ഈ എ എന്ന സെറ്റ് ഇത്രയും ചെറുതായതുകൊണ്ടാണ് കേട്ടോ കോളം വെച്ചത്. അല്ലെങ്കിൽ നമുക്ക് ഈ ഐഡന്റിറ്റി എലമെന്റ് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് അടുത്തൊരു ബൈനറി ഓപ്പറേഷൻ കൂടി നോക്കാം. ഐഡന്റിറ്റി എലമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ എന്ന് പറയുന്ന ഒരു സെറ്റ് ABCD എന്ന് പറയുന്ന സെറ്റാണ്. സ്റ്റാർ എന്ന് പറയുന്ന A യിൽ നിന്ന് Aയിലോട്ടാണ്. നിങ്ങൾക്കറിയാം. ഈ ബൈനറി ഓപ്പറേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ അത് ചെയ്യുന്ന കോളം നമുക്ക് ഫില്ല് ചെയ്ത് തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയല്ലോ. നമ്മൾ ഇത് ബൈനറി ഓപ്പറേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ കോളം കണ്ടുപിടിച്ചിട്ട് ഓരോ കോളത്തിന് ഫില്ല് ചെയ്യണം. ഇത് അവർ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് അവർ തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഐഡന്റിറ്റി എലമെന്റ് എന്താണെന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കൂ, എവിടെയാണ് ഈ കോളത്തിൽ ABCD അതേ ഓർഡറിൽ വരുന്നത് നോക്കാം. സെക്കൻഡ് കോളം അതേ ഓർഡറിൽ വരുന്നു, അത് റൗണ്ട് അപ്പ് ചെയ്തു. ഇനി റോ ചെക്ക് ചെയ്യാം. ABCD അതേപോലെ വരണം. സോ സെക്കൻഡ് റോ സെയിം ആണ്. ഇനി ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും എവിടെയാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്, കൂട്ടിമുട്ടുന്നത് നോക്കാം. ഇവിടെയല്ലേ? ഇവിടെ ഈ സെല്ലാണ് അല്ലേ? അപ്പോൾ ഈ സെല്ലിൽ ആരാണോ അവരാണ്, ആ എലമെന്റ് ആണ് ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത്. സോ B ആണ് ഇവിടെ.
അപ്പം ബി എന്ന് പറയുന്നതാണ് ഇതിൻ്റെ എന്ത് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. മനസ്സിലായോ? അപ്പം നമുക്ക് ഇൻവേഴ്സ് നോക്കാം അല്ലേ? അത് അഡിഷൻ വെച്ചിട്ട് തന്നെ നോക്കാം ആദ്യം. അപ്പം നമ്മുടെ സ്റ്റാർ എന്ന് പറയുന്നത് അഡിഷൻ ആണ്. എവിടെ നിന്ന് എങ്ങോട്ടാണ്? ആർ ക്രോസ് ആറിൽ നിന്ന് ആറിലോട്ട്. എ സ്റ്റാർ ബി ഈക്വൽ ടു എ പ്ലസ് ബി ഫോർ എവരി എ ബിലോങ്സ് ടു എ കോമ ബി ബിലോങ്സ് ടു ആർ. മനസ്സിലായില്ലേ? ഇനി ഞാൻ എടുക്കുകയാണെ 2 പ്ലസ് -2 എന്താ കിട്ടുന്നത്? 0. 0 ആരാ? ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് അല്ലേ 0. അതായത് ഐഡന്റിറ്റി എലമെന്റ് ആണ് അഡിഷൻ എന്ന് പറയുന്നത് 0 ആണെന്ന് അറിയാം. ഓക്കെ, ഇനി 3 പ്ലസ് -3 കൊടുക്കുമ്പോൾ എന്താ കിട്ടുന്നത്? 0. ഇത് നേരെ തിരിച്ചു എഴുതാം. -2 പ്ലസ് 2 എഴുതിയാൽ എന്താ? 0 തന്നെയാണ്. -3 പ്ലസ് 3 ചെയ്താലും 0 തന്നെയാണ്. ഇനിയിപ്പോൾ 1000 പ്ലസ് -1000 ചെയ്താൽ 0 തന്നെയാണ്. -1000 പ്ലസ് 1000 എടുത്തു കഴിഞ്ഞാലും 0 തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ 2 ഉണ്ടല്ലോ. അപ്പോൾ 2ന്റെ കൂടെ ഏത് റിയൽ നമ്പർ കൂട്ടുമ്പോഴാണ് ഈ ഐഡന്റിറ്റി എലമെന്റ് വരുന്നത്? -2 കൂട്ടുമ്പോഴാണ്. 3ന്റെ കൂടെ ഏത് എലമെന്റ് കൂട്ടുമ്പോഴാണ് ഈ ഐഡന്റിറ്റി എലമെന്റ് വരുന്നത്? അപ്പോഴും -3 കൂട്ടുമ്പോൾ. സോ ഈ -2 ഉണ്ടല്ലോ, ഇത് 2ന്റെ ഇൻവേഴ്സ് ആണ്. ഈ -3 ഉണ്ടല്ലോ, 3ന്റെ ഇൻവേഴ്സ് ആണ്. മനസ്സിലായോ? ഇങ്ങനെ മാത്രം ശരിയായാൽ പോലെ നേരെ തിരിച്ചും -2ന്റെ കൂടെ 2 കൂട്ടുമ്പോൾ 0 കൂട്ടുന്നു. സോ 2ന്റെ ഇൻവേഴ്സ് -2 ആണ്. തിരിച്ചും പറയാം, -2ന്റെ ഇൻവേഴ്സ് 2 ആണെന്നും പറയാം. മനസ്സിലായോ? അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവേഴ്സ് ആണ്. അപ്പോൾ 2ന്റെ ഇൻവേഴ്സ് ചോദിച്ചാൽ -2 ആണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഐഡന്റിറ്റി എലമെന്റ് കിട്ടുന്നത്. ഇനി നമ്മുടെ ഐഡന്റിറ്റി പഠിച്ച പോലെ ഈ എന്ന് പറയുന്നത് എല്ലാത്തിനും കോമൺ ആയിരുന്നു അല്ലേ? ഐഡന്റിറ്റി എലമെന്റ് ഓൺ അഡിഷൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഐഡന്റിറ്റി എലമെന്റ് എന്താണ്? 0 ആണ്. അപ്പോൾ 1 എടുത്താലും 1ന്റെ കൂടെ 0 ചെയ്താൽ 1 തന്നെയാണ്. ഏതെടുത്താലും ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത് 0 തന്നെയാണ്. പക്ഷെ ഇൻവേഴ്സിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഓരോന്നിനും ഓരോ എലമെന്റ് ആണ് കിട്ടുന്നത്. 2ന്റെ ഇൻവേഴ്സ് -2 ആണ്, 3ന്റെ ഇൻവേഴ്സ് -3 ആണ്, 4ന്റെ -4 ആണ്, ലാക്കിന്റെ -1 ലാക്ക് ആണ്. അങ്ങനെ ഓരോന്നിനും ഇൻവേഴ്സ് ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ എന്ന് പറയുന്ന ഐഡന്റിറ്റി എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരുന്ന കാര്യമാണ് ഒരു ബൈനറി ഓപ്പറേഷൻ. പക്ഷെ ഇത് ബൈനറി ഓപ്പറേഷൻ്റെ ഓരോ എലമെന്റിനും ഓരോ ഇൻവേഴ്സ് ആണ്. മനസ്സിലായില്ലേ? നമുക്ക് ഡെഫിനിഷൻ നോക്കാം. സ്റ്റാർ എന്ന് പറയുന്നത് എ ക്രോസ് എയിൽ നിന്ന് എയിലോട്ടാണ്. ഇനി എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ equal to b star a for every a comma b element of a ആണെങ്കിൽ ബിനെ എന്റെ ഇൻവേഴ്സ് എന്ന് വിളിക്കും. എ സ്റ്റാർ ബി ചെയ്യുമ്പോഴും ഐഡന്റിറ്റി കിട്ടണം, ബി സ്റ്റാർ എ ചെയ്യുമ്പോഴും ഐഡന്റിറ്റി കിട്ടണം. അല്ലെങ്കിൽ ഇൻവേഴ്സിനെ നമ്മൾ എ ഇൻവേഴ്സ് എന്ന് പറയും. അപ്പൊ എ സ്റ്റാർ എ ഇൻവേഴ്സ് ഇ ആവണം. അതേപോലെ എ ഇൻവേഴ്സ് സ്റ്റാർ എ എന്ന് പറയുന്നതും ഇ ആവണം. അങ്ങനെയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ എന്റെ ഇൻവേഴ്സ്. മനസ്സിലായല്ലോ? നമുക്ക് എക്സാമ്പിൾ നോക്കാം. അപ്പോൾ അഡിഷൻ്റെ കേസിൽ നമുക്ക് മനസ്സിലായല്ലോ. നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ ഇൻവേഴ്സ് നോക്കാം. സോ ഇപ്പോൾ 2 എടുക്കുകയാണെങ്കിൽ 2നെ എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലാണ് ഐഡന്റിറ്റി കിട്ടുക? ഈ മൾട്ടിപ്ലിക്കേഷനിലെ ഐഡന്റിറ്റി എന്താ? 1 ആണ്. സോ 2നെ എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 1 കിട്ടും? 1/2 അല്ലേ? ഇനി 3നെ എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലാ 1 കിട്ടാം? 1/3. അപ്പൊ 2ന്റെ ഇൻവേഴ്സ് എന്താ? 1/2. 3ന്റെ ഇൻവേഴ്സ് എന്താ? 1/3. സോ മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ 1/, ആ നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻവേഴ്സ് ആയി. എ എടുത്തു കഴിഞ്ഞാൽ 1/a എടുത്താൽ എന്റെ ഇൻവേഴ്സ് കിട്ടും. മനസ്സിലായോ? ഇനി സബ്ട്രാക്ഷന്റെ കേസിലോ ഇൻവേഴ്സ് സബ്ട്രാക്ഷന്റെ കേസിൽ ഐഡന്റിറ്റിയേ ഇല്ല. പിന്നെ നമുക്ക് സബ്ട്രാക്ഷന്റെ കേസിൽ ഐഡന്റിറ്റി എലമെന്റ് ഇല്ല. അതേപോലെ തന്നെ ഡിവിഷന്റെ കേസിലും ഐഡന്റിറ്റി എലമെന്റ് ഇല്ല. അപ്പോൾ നമുക്ക് ഇൻവേഴ്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? ഐഡന്റിറ്റി കിട്ടുമ്പോഴേ നമുക്ക് ഇൻവേഴ്സ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഐഡന്റിറ്റിയേ ഇല്ല. അപ്പോൾ ഇൻവേഴ്സിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കാം. സ്റ്റാർ എന്ന ബൈനറി ഓപ്പറേഷൻ എ ക്രോസ് എയിൽ നിന്ന് എയിലാണ്. എ സ്റ്റാർ ബി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? a + b + ab ഫോർ എവരി a, b ബിലോങ്സ് ടു a.
ഇനി ഇതിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ എന്താ ഇതിൻ്റെ ഐഡൻറ്റിറ്റി, എന്താ ഇതിൻ്റെ ഇൻവേഴ്സ്, അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. മനസ്സിലായോ? അപ്പം എന്താ ഐഡൻറ്റിറ്റി? എ സ്റ്റാർ ഇ ഈക്വൽ ടു എ തന്നെ കിട്ടണം. അതേപോലെ ഇ സ്റ്റാർ എ ചെയ്താലും എ തന്നെ കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഈനെ ഐഡൻറ്റിറ്റി എന്ന് പറയും അല്ലേ. അപ്പം നമ്മൾ ഈ ഉണ്ട് എന്ന് വിചാരിക്കും. ഈ എന്താണെന്ന് അറിയില്ല, പക്ഷേ ഈ ഉണ്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണെന്ന് നോക്കാം. എ സ്റ്റാർ ഇ എന്ത് വരും? ഇതിൽ എ സ്റ്റാർ ബി എന്താ? എ പ്ലസ് ബി പ്ലസ് എ ബി. അപ്പം ബിക്ക് പകരം ഇ കൊടുക്കുകയാണെങ്കിൽ എ സ്റ്റാർ ഇ കിട്ടും. സോ എ പ്ലസ് ഇ പ്ലസ് എ ഇ അല്ലേ. ഉണ്ടെങ്കിൽ ഇതല്ലേ അവസ്ഥ. അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? എ തന്നെ കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഈന് ഐഡൻറ്റിറ്റി എന്ന് പറയാം. നോക്കൂ, എ പ്ലസ് ഇ പ്ലസ് എ ഇ ഈക്വൽ ടു എ ആണെങ്കിൽ ഇപ്പം എയും ഇവിടെ ക്യാൻസൽ ആയിപ്പോയി. ഈ പുറത്തെടുക്കുമ്പോൾ 1 പ്ലസ് എ ഈക്വൽ ടു എന്ത് കിട്ടും? 0 എന്ന് കിട്ടും അല്ലേ. സോ ഈ 0 ആവണം, അല്ലെങ്കിൽ 1 പ്ലസ് എ എന്ന് പറയുന്നത് 0 ആവണം അല്ലേ. ഇപ്പം രണ്ട് സംഖ്യകൾ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 0 കിട്ടണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് 0 ആണ്, അല്ലെങ്കിൽ 2 0 ആണ്. ഈ 1 പ്ലസ് എ എപ്പോഴെങ്കിലും 0 ആവും. ഒന്നിൻ്റെ കൂടെ ഏതെങ്കിലും നമ്പർ കൂട്ടുമ്പോൾ 0 ആവും ഇല്ല. സോ 1 പ്ലസ് എ എന്ന് പറയുന്നത് ഒരിക്കലും 0 ആവില്ല. അപ്പോൾ പിന്നെ ഏതാ ചാൻസ്? ഇ എന്ന് പറയുന്നത് 0 ആവും അല്ലേ. സോ എ സ്റ്റാർ ഇ മാത്രം എ ആയാൽ പോരാ, ഇ സ്റ്റാർ എയും എ ആവണം. അപ്പോൾ ഇതേ മെത്തേഡിൽ നമ്മൾ ഇ സ്റ്റാർ എ കൂടി ചെയ്ത് നോക്കാം. അത് നമ്മൾ ഈ അങ്ങനെ ചെയ്താലും ഇ ഈക്വൽ ടു 0 എന്ന് തന്നെ കിട്ടാം. അപ്പോൾ ഇ എന്ന് പറയുന്നത് എന്താ? ഐഡൻറ്റിറ്റി ആണ്. ഇ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണ് ഇവിടുത്തെ ഐഡൻറ്റിറ്റി. ഇനി നമുക്ക് ഇൻവേഴ്സിലേക്ക് കിടക്കാം. ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഓരോ എലമെൻറ്റിനും ഓരോന്നാണല്ലേ. അപ്പം നമുക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റില്ല. എന്നാൽ ഒരു ആർബിട്രറി ആയിട്ട് ഒരു എലമെൻറ്റ് എടുത്തിട്ട് അതിൻ്റെ ഇൻവേഴ്സ് ഏത് ഫോർമാറ്റിലാണ് വരിക എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ കണ്ടുപിടിക്കാം? എ എന്നുള്ള ഒരു എലമെൻ്റ് എടുത്തു, വൈ ആണ് അതിൻ്റെ ഇൻവേഴ്സ് എന്ന് നമ്മൾ വിചാരിക്കുക. അപ്പോൾ എ സ്റ്റാർ വൈ ചെയ്താൽ ഇ കിട്ടണം, അതേപോലെ തന്നെ വൈ സ്റ്റാർ എ ചെയ്താൽ ഇ കിട്ടണം. ഇതാണല്ലോ നമ്മുടെ ഇൻവേഴ്സിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ എ സ്റ്റാർ വൈ ചെയ്തിട്ട് ഇ കിട്ടുന്നുണ്ടെങ്കിൽ വൈനെ നമുക്ക് എന്ത് പറയാം? ഇതിൻ്റെ ഇൻവേഴ്സ് ആണ്, എന്റെ ഇൻവേഴ്സ് ആണ്. സോ നമ്മൾ എ സ്റ്റാർ വൈ കണ്ടുപിടിക്കാൻ പോവാണ്. എ സ്റ്റാർ വൈ എന്താ? എ പ്ലസ് ബി പ്ലസ് എ ബി ആണ് എ സ്റ്റാർ ബി. എ സ്റ്റാർ വൈ എന്ത് വരും? എ പ്ലസ് വൈ പ്ലസ് എ വൈ അല്ലേ. അപ്പോൾ ഈ വൈൻ്റെ ഫോർമാറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈക്വൽ ടു ഇ കൊടുക്കുക. ഇനി വൈ എങ്ങനെയുള്ളതായിരിക്കാം എന്ന് കണ്ടുപിടിക്കാം. അതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. സോ എ പ്ലസ് വൈ കോമൺ ആയിട്ട് എടുത്തു, 1 പ്ലസ് എ ഈക്വൽ ടു ഇ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 0 ആണ്. സോ 0 കൊടുക്കുന്നു. ഇനി എന്താ ചെയ്യാം? എ പ്ലസ് വൈ ഇൻറ്റു 1 പ്ലസ് എ ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി വൈ ഇൻറ്റു 1 പ്ലസ് എ അവിടെ നിർത്തി എനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് എ. മനസ്സിലായോ? വൈ എന്ത് കിട്ടും? മൈനസ് എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എ. ഇതാണ് വൈ. വൈ ഇൻവേഴ്സ് ആണെങ്കിൽ, എന്റെ ഇൻവേഴ്സ് ആണെങ്കിൽ വൈൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇതിന്ന് ഏത് നമ്പർ തന്നാലും എന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കും. അപ്പോൾ 2, 3 അങ്ങനെ ഏത് നമ്പേഴ്സ് തന്നാലും നമുക്ക് ഇതിന്ന് ഇൻവേഴ്സ് കണ്ടുപിടിച്ചൂടെ. ഇപ്പോൾ എക്ക് വരും 2 or 3 ഏതാണോ കണ്ടുപിടിക്കേണ്ടത് അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈ കിട്ടും. വൈ എന്ന് പറയുന്നത് ഇൻവേഴ്സ് ആണ്. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ചാപ്റ്ററിലെ എല്ലാ കൺസെപ്റ്റും നമ്മൾ നോക്കി കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് എക്സസൈസ് പ്രോബ്ലംസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതുവരെയുള്ളതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.